മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശിവൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഗംഗേട്ടൻ മനുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അലീന ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പെരുമാറ്റം എന്താണെന്ന് വെച്ചപ്പോൾ അമ്മയും ആൻറ്റിയും കൂടെ എന്നെ അച്ഛനെയും തിന്നില്ല എന്നുള്ളൂ. ഇന്നിപ്പോൾ കണ്ടതില്ലേ, അതൊക്കെ അതിൻ്റെ ഒരു പകുതി ഭാഗമുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേനും ശിവൻ വരും. ശിവൻ വരുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നു, അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേഗം കാർ എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. വിളിക്കാനൊന്നും നിന്നില്ല. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഗംഗേട്ടാ. അല്ല, നീ അടക്കം ഇവിടെ എല്ലാവരും ഒരുപാട് പേര് എല്ലാവരും ചോദിച്ചേ, എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെയെന്ന്. അപ്പം ഞാൻ അത് കാരണം കൊണ്ട് വന്നതെന്ന് പറയും. ആ അത് പോട്ടെ, എന്താ ഗംഗേട്ടൻ വന്നതിൻ്റെ കാരണമെന്നറിയും. പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. എന്നാൽ ശരി, വാ നമുക്ക് അകത്തേക്ക് പോവാം, പ്രശ്നമാണോ എന്ന് ചോദിക്കും. ആ പ്രശ്നം തന്നെയാണെന്ന് പറയും. എന്നാൽ മുറിയിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ശിവൻ ഗംഗേട്ടനും കൂടെ മുറിയിലേക്ക് പോകണം. ആ വാതിലടച്ചേക്ക് ശിവ എന്ന് പറയും. അങ്ങനെ ഗംഗേട്ടനാണ് പറഞ്ഞപ്പോൾ ശിവൻ വാതിലും അടയ്ക്കും. ബാലചന്ദ്രൻ ഇന്നലെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പുനലൂർക്ക്. അതെന്തിനാന്ന് ചോദിക്കും. മറ്റേ കൊട്ടാരമറ്റത്തിൽ സ്റ്റാലില്ലേ, പഴയ സ്റ്റാലിൽ അന്വേഷിച്ച്. അവനെന്തിനാ ഇവൻ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കും. അലീനനെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാൻ. അത് നല്ല കാര്യമല്ലേ ഗംഗേട്ടാന്ന് ചോദിക്കും. നല്ല കാര്യമൊക്കെ തന്നെയാണ് അച്ഛൻ്റെ സംരക്ഷണയിൽ മകൾ വളരുന്നത്. പക്ഷേ സ്റ്റാലി എന്ത് തീരുമാനം എടുക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. 2-3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചേ പറ്റുമെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. ഒന്ന്, അലീന ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാലി വൈജിയെ തേടി വരും. വൈജിനെ നമ്മൾ മാറ്റിയതും അലീനനെ, അയാളുടെ വീട്ടിൽ വളരേണ്ട കുഞ്ഞിനെ 22 വർഷം അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞതും നമ്മൾ കുറ്റക്കാരാവും. ഒന്നില്ലെങ്കിൽ അയാൾ കോടതി കയറും, അല്ലെങ്കിൽ അയാൾ യുദ്ധം തുടങ്ങും. അയാളൊരു പട്ടാളക്കാരനല്ലേ. ഇതിപ്പോൾ ഗംഗേട്ടൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുണ്ടല്ലോ എന്ന് പറയും. പേടിക്കണം ശിവ, ഇനി ഇവിടുന്ന് നമ്മൾ പേടിച്ചേ പറ്റൂ എന്ന് പറയും. എന്നാൽ നമുക്ക് ബാലചന്ദ്രൻ്റെ പോക്ക് തടഞ്ഞാലോ? ഗംഗേട്ടനൊന്ന് വിളിക്ക്. ഞാൻ എന്ത് പറഞ്ഞ് വിളിക്കാനാണ്? എനിക്ക് വിളിക്കാൻ പറ്റില്ല. അല്ലാണ്ട് എന്നെ പറയുന്ന വർത്തമാനങ്ങളൊക്കെ നീ കേട്ടിട്ടുള്ളതല്ലേ. അവൻ്റെ മുന്നിൽ ചൂളി തല താഴ്ത്തി നിൽക്കണ് ഇവള് കാരണം എന്ന് പറയും. പിന്നെ എന്തൊരു മാർഗം? ആകെ ഒരു മാർഗമുള്ളൂ, അലീന കടപ്പാട്ടൂരിന്ന് പോകരുത്. എങ്കിൽ ബാലചന്ദ്രൻ ഇതിൽ നിന്ന് പിന്മാറും. അതിന് അലീന പോകണോണ്ട് ഇവൾക്കല്ലേ കുഴപ്പം? അലീനയ്ക്ക് കുഴപ്പമില്ലല്ലോ അവിടെ നിൽക്കാൻ. അതിനിഷ്ടമാണല്ലോ. ഇവള് സമ്മതിക്കണ്ടേ? ഇവളിവിടെ നിന്ന് പോകണം. അതിനെന്തൊരു മാർഗം? അപ്പോൾ ഗംഗേട്ടൻ പറയും, നമുക്ക് 2 പേർക്കും കൂടെ ഈ 2 അടിയിൽ അവളെ കവളത്ത് അങ്ങോട്ട് കൊടുത്താലോ? അതുകൊണ്ടൊന്നും കാര്യമില്ല ഗംഗേട്ടാ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ കടപ്പാട്ടൂർക്കല്ലാന്ന് മാത്രം. അഡ്വാൻസ് കൊടുത്തിട്ടൊരു വാടക വീടില്ലേ, അവിടേക്ക് പോകും. അതുമാത്രം. നമ്മൾ പിന്നാലെ ചെന്ന് ഉപദ്രവിക്കാൻ ചെന്നാൽ നമ്മളെ പേരിൽ അവൾ കേസ് കൊടുക്കും. അവളായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക നമ്മ? അവസാന ശ്രമമായിട്ട് നമുക്ക് 2 പേരും കൂടെ അവളോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയും. ഓ ശരി. അങ്ങനെ 2 പേരും കൂടെ നേരെ വൈദ്യരുടെ മുറിയിലേക്ക് പോകും. അങ്ങനെ വൈദ്യരുടെ അടുത്തേക്ക് ചെല്ലും. വൈദ്യരോട് ഇങ്ങനെ സംസാരിക്കും. ഇനി ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയും. അതെനിക്ക് മനസ്സിലായി. ഗംഗേട്ടൻ ഓടി കിതച്ച് കാർ കൊടുത്ത് വന്നത് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതാലോചിക്കാനുള്ള വെളിവൊക്കെ എനിക്കുണ്ട്. പിന്നെ നിങ്ങളൊക്കെ അല്ലേ തോന്നണത് എനിക്ക് തലയ്ക്ക് വെളിവില്ല. എനിക്ക് ഒഴിച്ച് ഈ വീട്ടിൽ എല്ലാവർക്കും തലയ്ക്ക് വെളിവുണ്ട്. എങ്കിൽ പിന്നെ നമുക്കത് മാറ്റണ്ടേന്ന് ചോദിക്കും. എന്ത്? നിനക്ക് തലയ്ക്ക് വെളിവില്ലാന്ന് നീ തന്നെ സമ്മതിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാമെന്ന് പറയും. എന്താ എന്താ ചെയ്യാൻ പോണേന്ന് ചോദിക്കും. എന്താ നിൻ്റെ ഉദ്ദേശം? നിനക്ക് നിൻ്റെ മക്കൾ വേണ്ടേന്ന് ചോദിക്കും. എൻ്റെ മക്കളേ, ഒരാൾ മാത്രം എൻ്റെ ആശ്രയത്തിൽ ജീവിക്കേണ്ടുള്ളൂ, കൃഷ്ണമോള്. ബാക്കി 2 പേരും പ്രായപൂർത്തിയായി. അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ആ വീട്ടിൽ ജീവിച്ചത് തന്നെയെന്ന് പറയും. ഇപ്പം തന്നെ കണ്ടില്ലേ, എവിടെ നടക്കും കടപ്പാട്ടൂരല്ലാണ്ട് അവിടുത്തെ വേലക്കാരി അവിടുത്തെ മക്കളെയും കൊണ്ട് വേറൊരു വേലക്കാരി നിൽക്കണ വീട്ടിലേക്ക് പോയി തെണ്ടി തിന്നണം. ഇതൊക്കെ ലോകത്ത് നടക്കുമോ എന്ന് ചോദിക്കും. എന്താ നടന്നാൽ? ആദ്യം തന്നെ നീ വേലക്കാരി എന്നുള്ള ഭാഷ നിർത്തടി എന്ന് ശിവേട്ടൻ പറയും. ഓ, വേലക്കാരിനേക്കാളും താഴെ പിന്നെന്താ? തൂപ്പുകാരി എന്ന് വിളിക്കാം, അതാവും അതിലെളുപ്പം. വൈജയെ, ഞാൻ വീണ്ടും പറയുന്നു, അലീന കുടുംബത്തിൽ നിന്ന് പോയാൽ 3 മാസം തികച്ച് നീ ആ കടപ്പാട്ടൂർ നിൽക്കില്ല. നീ തലയിൽ കൈവച്ച് പോകും, ഓടിക്കൊണ്ട് ഞാൻ. അലീന പോയിട്ട് ഒരു ദിവസം എനിക്ക് അവിടെ നിന്നാൽ മതി. ഇനി നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. അവളവിടെ നിന്ന് പോകാണ്ട് വൈജയന്തി പോകില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കൂടെ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഇത് രണ്ടിലൊന്നും നടക്കുള്ളൂ എന്ന് പറയും.
പിന്നെ വൈജയനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാവണം. രണ്ടാങ്ങളമാരും തോറ്റിങ്ങോട്ട് മടങ്ങിപ്പോരുന്നു. ഒരു രക്ഷയില്ല. ഇനി എന്ത് ചെയ്യാൻ? അങ്ങനെ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനരെ, അതായത് രേവതിക്കുട്ടിയുടെ വീടിന് കാരംസ് കളിക്കുന്ന അങ്കിളും പിള്ളേരും കൂടി ഇരുന്നിട്ട് നമ്മുടെ രോഹിത്തിനാണെങ്കിൽ കരു തട്ടാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. തട്ടനുണ്ടെങ്കിൽ തട്ട്, ഞങ്ങൾക്ക് പ്രാന്ത് വരുന്നുണ്ട്, കുറേ നേരമായിട്ടുണ്ട് ഇത് നോക്കിയിരിക്കുന്നു. അതൊന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നന്നായി നല്ല കോൺഫിഡൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ പിണങ്ങി സംസാരിച്ചും ചിരിച്ചും കളിച്ചും അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഇനി അവരുടെ ആ ഭാഗം കാണിക്കുന്നത്. അങ്ങനെ അലീന എല്ലാവർക്കുമുള്ള ജ്യൂസായിട്ട് വരുന്നു. മതി മതി, നിങ്ങൾ കെടുക്കണ്ടേ പിള്ളേരെ, നമുക്ക് നാളെ വെളുപ്പിന് പോകേണ്ടതല്ലേ എന്ന് ചോദിക്കും. അത് കേട്ടോടുകൂടി രോഹിത്തിൻ്റെ മുഖം വാങ്ങും, കൃഷ്ണേരെയും ബബിതരെയും മുഖം വാങ്ങും. അപ്പം മാമച്ചായനും ഗ്രേസമ്മയ്ക്ക് അത് കാണുമ്പോൾ വിഷമാവും. ഇതെന്താ നിങ്ങൾ ഒന്നും മിണ്ടാത്ത, പോകണ്ടേ? അലീന ചേച്ചിക്ക് നിർബന്ധമാണെങ്കിൽ പോകാമെന്ന് രോഹിത്ത് പറയും. പോണോ നാളെ എന്ന് കൃഷ്ണമോളും ബബിത ഒരേ സ്വരത്തിൽ ചോദിക്കും. പോണം പോണം, എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്, ഇന്നിങ്ങനെ നിന്നാൽ മതിയോ, നമുക്ക് പോകണ്ടേ നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറയണേ. ശരി ശരി, എല്ലാവരും കൂടി പോയി കെടുക്കാൻ നോക്ക്, നാളെ കാലത്ത് തന്നെ പോകണം, ഇതിലൊരു മാറ്റമില്ല എന്ന് അലീന പറയണ്. അലീന പറഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു തിരുവായിക്ക് എഴുതിരുവായി ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അലീന പറഞ്ഞപ്പോൾ വേഗം 3 പേരും പോയി കിടക്കണ്. പാവം പിള്ളേർ, അവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകണത് ഭയങ്കര വിഷമമുണ്ടെന്ന് ഗ്രേസമ്മ പറയും. അതവർ അവിടുത്തെ സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് ദിവസം 2 ദിവസം മാറി നിന്നില്ലേ ആൻറ്റി, അവിടെ എന്നും പ്രശ്നമല്ലേ, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളും, സ്വസ്ഥതയും സമാധാനവും ഇല്ലല്ലോ കുട്ടികൾക്ക്. 2 ദിവസമല്ലേ അവർ സന്തോഷിച്ചുള്ളൂ, അതിൻ്റെയാണെന്ന് പറയും. നാളെ തന്നെ പോകണോ എന്ന് ചോദിക്കും ഗ്രേസമ്മ. പോണ ആൻറ്റി എന്ന് പറയും. എന്തായാലും പോയല്ലേ പറ്റൂ എന്ന് പറയുന്നൊരു ഭാഗത്തോടുകൂടി അപ്പം അവസാനിക്കാറായി. പിന്നെ അലീനനോട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാനെന്ത് പറയാനാണ്, നിങ്ങളെല്ലാവരും തീരുമാനിച്ചാൽ അതുപോലെ തന്നെയെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടി പറയും, ആൻറ്റി അലീന ചേച്ചി പോകുന്നേക്കാൾ മുന്നേ ചിന്നുമോളെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കും. അതെന്ത് തീരുമാനം? ചിന്നുമോളെ നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യേ, ആ ഊർമിള എന്ന് പറഞ്ഞ സ്ത്രീക്ക് കൊടുക്കരുതെന്നും മദർ സുപ്പീരിയറിനെ വിളിച്ചൊന്ന് പറയണമെന്ന് പറയും. അത് ഞാൻ പറയാം, പക്ഷെ അവളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കില്ല മോളെ, നമ്മളെ കൊണ്ട് അത് പറ്റില്ല. അവളങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്തൊക്കെ അവിടെ എഴുതി വെച്ച് കൊടുക്കണം, അങ്ങനത്തെ ഒരു നിയമമൊക്കെ ഉണ്ടെന്ന് പറയും. ഒരിക്കലും ആൻറ്റി പറഞ്ഞില്ലേ ചിന്നുമോളെ നമുക്ക് ദത്തെടുക്കാമെന്ന്, അന്ന് ഞാനങ്ങനെ പറഞ്ഞിരുന്നു. അത് മാമച്ചായൻ എന്ത് പറയണു, നമുക്ക് ആലോചിക്കാം എന്ന് പറയും. അത് മതി എന്ന് പറയും. അപ്പോൾ അവളെ ആരെങ്കിലും കൊടുക്കണത് തടയണോട്ടോ ചേച്ചി എന്ന് പറയും. അത് ഞാൻ ചെയ്യാമെന്ന് പറയും. നമുക്കൊന്നും കൂടെ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് മദർ സുപ്പീരിയറെ വിളിക്കാമെന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി രോഹിത്തും കൂടെ ഉള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ യാത്ര പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു വീരൻ, അതായത് മോശം ക്യാരക്ടർ ഉണ്ടെന്ന്, എന്നിട്ട് ഇപ്പം എങ്ങനെ മാറിയെന്ന് ചോദിക്കും. ഇപ്പം മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ പറഞ്ഞൊരു സ്നേഹത്തോടുള്ളൊരു രണ്ടാളുടെ ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം മാമച്ചായനും ഗ്രേസമ്മനോടൊക്കെ കൃഷ്ണമോളും ബബിതൊക്കെ യാത്ര പറയുന്നത്, ഞങ്ങൾക്ക് ഇത്രയും പിള്ളേരുണ്ടായിട്ടാണോ ഞങ്ങൾ ഇത്ര നാളും ഇതിൻ്റെ ഉള്ളിലൊരു വിഷമിച്ച് ഇങ്ങനെ ജീവിച്ചത്, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ മക്കളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഞങ്ങളൊരു ദിവസം ഞങ്ങളെ വീട്ടിലേക്ക് വരണമെന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കും, ഞങ്ങൾ വരുമ്പോൾ അലീന അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരാരും ഒന്നും മിണ്ടില്ല, ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവർക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവരതിന് മറുപടി പറയാഞ്ഞത്. പിന്നെ യാത്ര പറയുന്നത് ഭയങ്കര സങ്കടത്തോടെ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെ കോണിമ്പല്ലടിച്ച് വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലി ജോസഫിനെ കണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ചെറുതായിട്ടൊന്നും ഞെട്ടുന്നുണ്ട്. ആ ഗാംഭീര്യമൊക്കെ കാണുമ്പോൾ എന്തായാലും ബാലചന്ദ്രനേക്കാളും 4 മടങ്ങ് എടുപ്പുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ സ്റ്റാൻലി. അപ്പം എന്തായാലും അയാളുടെ മുന്നിൽ ബാലചന്ദ്രൻ ജസ്റ്റ് ഒന്ന് ചെറുതാവുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. അത് നാളെ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.